ബിപിൻ, ഈ വാഹനങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന സമയത്തൊക്കെ ആളുകൾക്ക് ഈ ഒരു സേഫ്റ്റി കൺസേൺ വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആളുകളൊക്കെ വാഹനം വാങ്ങുന്നത് പലപ്പോഴും വാഹനത്തിൻ്റെ മൈലേജ് ഒപ്പം തന്നെ റീസെയിൽ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് അല്ലേ? അതെ, തീർച്ചയായും. ഇപ്പോൾ പുതിയ വാഹനങ്ങൾ ആളുകൾ വാങ്ങിക്കുമ്പോൾ കൂടുതൽ ആളുകളും ഇപ്പൊ നോക്കുന്ന ഒരു കാര്യം, സേഫ്റ്റി വളരെ ആളുകൾ പലപ്പോഴും ആ സേഫ്റ്റി ഫീച്ചേഴ്സ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ മാത്രമായിരിക്കും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള, അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും മറ്റുള്ള ഫീച്ചേഴ്സ് ആയാലും നമുക്ക് കിട്ടുക. അപ്പോൾ ഇപ്പം തന്നെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് എല്ലാ ബേസ് വാഹനങ്ങളിലും തന്നെയും സേഫ്റ്റി 6 എയർ ബാഗുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഏറ്റവും ഫുൾ ഓപ്ഷനിലായിരിക്കും ഒരു വാഹനത്തിന്റെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉണ്ടാകുക. അത് പേയ്മെന്റ് കാര്യം വെച്ചിട്ട് ആളുകളുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ചിലപ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനം എടുക്കാൻ പലർക്കും സാധ്യമാകില്ല. അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ഫുൾ ഓപ്ഷന് താഴെയുള്ള വാഹനങ്ങൾ എടുക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ പറഞ്ഞ നിഖിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജിന്റെ പുറകിൽ പോകുന്ന ആളുകളുമുണ്ട്. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും ഒരുപാട് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും മാറ്റങ്ങളുടെ പാതയിൽ തന്നെയാണ്. കാരണം അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് സേഫ്റ്റി ഇന്ത്യയിലുള്ള ജനങ്ങൾ വളരെയേറെ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. നമ്മുടെ റോഡ് കണ്ടീഷൻസിന് അനുസരിച്ചുള്ള വാഹനങ്ങളും ഇറക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ റോഷനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ വാഹനങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് അത് പല അപകടങ്ങൾക്കൊരു കാരണമാകുന്നില്ലേ? റോഷൻ നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം. റോഷൻ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് എല്ലാ വർഷവും വാഹനങ്ങളുടെ ഈ കൊമേഴ്ഷ്യൽ അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഈ പറഞ്ഞ ടെസ്റ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് മുമ്പോട്ട് പോകുക. അപ്പം എല്ലാ വാഹനങ്ങളും എല്ലാ വർഷങ്ങളും കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുകയും അതിന്റെ എല്ലാ മെക്കാനിക്കൽ കാര്യങ്ങളുമൊക്കെ നോക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇനി അതുകൂടാതെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നതുമാണെന്നാണ് വിശ്വാസം. കാരണം കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊന്നും നമ്മളുടെ നിരത്തുകളിൽ അല്ലാതെ ഓടിക്കാൻ പറ്റില്ലല്ലോ. കൃത്യമായിട്ടും ഈ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും അതും MVD തന്നെയാണ്, അല്ലെങ്കിൽ RTO തന്നെയാണ് കൃത്യമായിട്ടും ചെക്ക് ചെയ്യുന്നത്. ഓരോ വാഹനവും ഓടിച്ച് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ടെസ്റ്റുകൾ നടത്തുന്നത് അങ്ങനെയൊക്കെ നടത്തി ഇറക്കുന്ന വാഹനങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടയർ കണ്ടീഷൻസ് ചിലപ്പോൾ തീർച്ചയായിട്ടും അത് ഓടുന്നതനുസരിച്ച് തേയ്മാനം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള പാർട്സുകളും ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ വരുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് വാഹനം മുമ്പോട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് വെച്ച് എന്താ പറയാ, ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മെക്കാനിക്കൽ കംപ്ലൈന്റുകൾ തീർക്കുന്നത് നന്നായിരിക്കും. അതിനുള്ള കൃത്യമായിട്ടുമുള്ള ഒരു എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.